നമസ്കാരം. ACV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴ മുറുക്കൽ ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ത്രിവേണിയോണം 2026 ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മൂവാറ്റുപുഴയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ മുറുക്കൽ ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം തുടങ്ങിയ മുറുക്കൽ ബൈപ്പാസ് പദ്ധതി പ്രദേശം MLA സന്ദർശിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം തുടങ്ങിയ മുറിക്കല്ല് ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കും. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ഒരു പ്രധാന പദ്ധതി കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഏറെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം, ഏറെ നാളത്തെ നിരാശയ്ക്കും ആശങ്കയ്ക്കും ഒക്കെ ശേഷം മുറിക്കല്ല് ബൈപ്പാസ് എന്ന സ്വപ്നത്തിന് ഒരിക്കൽ കൂടി നമ്മൾ ചിറക് മുളപ്പിക്കുകയാണ്. ഏറെക്കാലമായി പരിശ്രമിച്ചു വരുന്ന, ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന, ഏറെക്കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുന്ന മുറിക്കൽ ബൈപ്പാസിന്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള 2 പ്ലാൻ ഇറക്ഷനാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. 2025 ഏപ്രിൽ മാസത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും ഊരാളുങ്കൽ പദ്ധതിയുടെ കരാർ ഒപ്പിടാത്തതിനാൽ പദ്ധതി വൈകുകയായിരുന്നു. അലൈൻമെന്റും രൂപരേഖയും തമ്മിലുള്ള വ്യത്യാസമാണ് പദ്ധതി ആദ്യം വൈകിപ്പിച്ചത്. തുടർന്ന് പദ്ധതിയുടെ രൂപരേഖയിൽ സമ്പൂർണ്ണമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വളവുകൾ നിവർത്തിയും സമാന്തരമായി പാലം നിർമ്മിച്ച് 4 വര പാതയാക്കിയും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതെയിരിക്കാൻ കലുങ്കുകളും പുതിയ സ്പാനുകളും ഉൾപ്പെടുത്തിയുമാണ് പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയത്. മാറ്റങ്ങൾ വന്നതോടെ പദ്ധതിയുടെ നിർമ്മാണ ചെലവ് 117 കോടി രൂപയായി വർദ്ധിച്ചു. ഭാവി മൂവാറ്റുപുഴയുടെ വികസനത്തിന് ആവശ്യമായ ദീർഘവീക്ഷണത്തോടെയാണ് പദ്ധതിയുടെ കാതലായ മാറ്റങ്ങൾ വരുത്തിയെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഒരുപാട് തടസ്സങ്ങൾ മറികടന്നാണ് പദ്ധതി ഈ നിലയിലേക്ക് എത്തിയത്. കൃത്യമായ സമയത്ത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകാത്തതിനാൽ പദ്ധതിയുടെ വിജ്ഞാപനം തന്നെ റദ്ദായ അവസ്ഥയിലായിരുന്നു. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഭൂമി മുഴുവനായി ഏറ്റെടുക്കാൻ കഴിയാത്തതും ഏറ്റെടുത്ത സ്ഥലത്ത് തണ്ണീർത്തട വയൽ സംരക്ഷണ നിയമപ്രകാരം റോഡ് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതും പദ്ധതി അനിശ്ചിതാവസ്ഥയിലാക്കിയിരുന്നു. തുടർന്ന് പദ്ധതിക്ക് വേണ്ടിയുള്ള സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിനായി വീണ്ടും വിജ്ഞാപനം പുറത്തിറക്കി. അതിനുശേഷം വീണ്ടും ഭൂമി ഏറ്റെടുക്കുന്നതിനായി 11/1 വിജ്ഞാപനം പൂർത്തിയാക്കി. പദ്ധതിയുടെ നടപടിക്രമങ്ങൾ ആദ്യഘട്ടം മുതൽ പുനരാരംഭിച്ചു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് ആണ് പദ്ധതിക്ക് വേണ്ടി സാമൂഹ്യാഘാത പഠനം നടത്തിയത്. ACV ന്യൂസ് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ത്രിവേണി ഓണം 2026 ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ടൗൺ ഹാളിൽ നടന്ന ഓണം മത്സരങ്ങളിലും ഫ്യൂഷൻ ചെണ്ടമേളത്തിലും നിരവധി പേർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ത്രിവേണിയോണം 2026 ആഘോഷ പരിപാടികൾക്ക് ആവേശകരമായ തുടക്കം. ടൗൺ ഹാളിൽ നടന്ന വിവിധ ഓണം മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറച്ചതായിരുന്നു മത്സരങ്ങൾ. വൈകിട്ടിറങ്ങേറിയ ഫ്യൂഷൻ ചെണ്ടമേളവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഞായറാഴ്ച ലത പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ത്രിവേണിയോണം 2026 ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. രാവിലെ 9 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് യുവത്വത്തിന്റെ ആവേശം നിറച്ച് ജെൻസി ഓണവും അരങ്ങേറും. DJ, കസവ് ഫാഷൻ തുടങ്ങി നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. സിനിമാ താരം ഭാമയും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും പരിപാടിയിൽ പങ്കെടുക്കും. ഓഗസ്റ്റ് 27 പുഴയോരങ്ങളെ ആവേശത്തിലാഴ്ത്തുന്ന ത്രിവേണിയോണം വള്ളംകളിയും നടക്കും. സിനിമാ താരം ജയസൂര്യയും നടനും സംവിധായകനുമായ ജൂഡ് ആന്റണിയും പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഓണത്തിന്റെ പാരമ്പര്യവും പുതുതലമുറയുടെ ആവേശവും ഒരുമിക്കുന്ന ത്രിവേണി ഓണപരിപാടികൾക്കായി മൂവാറ്റുപുഴ ഒരുങ്ങുകയാണ്. ACV ന്യൂസ് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. പ്രദേശത്ത് ക്രമസമാധാന പാലനവും പൊതുജന സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സബ് ഡിവിഷൻ പോലീസിന്റെ നേതൃത്വത്തിലാണ് വ്യാപക മിന്നൽ പരിശോധന നടത്തിയത്.
അന്യസംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ച് താമസിക്കുന്ന മാർക്കറ്റ് പരിസരങ്ങളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും മൂവാറ്റുപുഴ ഡിവൈഎസ്പി കെആർ മനോജിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം അപ്രതീക്ഷിത പരിശോധന നടത്തിയത്. മൂവാറ്റുപുഴ സബ് ഡിവിഷനിലെ വിവിധ സ്റ്റേഷനുകളിലെ SHOമാർ, വനിതാ പോലീസ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന 25ഓളം വരുന്ന പോലീസ് സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയുന്നതിനൊപ്പം ജനങ്ങളിൽ സുരക്ഷാബോധവും പോലീസിലുള്ള വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം പരിശോധനകളിലൂടെ ലക്ഷ്യമിടുന്നത്. പോലീസ് സജീവമായി രംഗത്തുണ്ടെന്ന സന്ദേശം നൽകാനും കുറ്റകൃത്യങ്ങൾ തടയാനും ഇത്തരം ശക്തമായ നടപടികൾ ഉപകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ജനങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. രഹസ്യമായിട്ട് നടത്തുന്ന എൻക്വയറി ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അത് ഒരുപക്ഷെ പബ്ലിക്കിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനാണ്. പോലീസ് ഇറങ്ങുന്നുണ്ട്, പോലീസ് നമ്മുടെ കുട്ടികളോടൊപ്പം ഉണ്ട്, പോലീസ് ജനങ്ങളോടൊപ്പം ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ചില കാണാനും കൂടി, അതായത് ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുണ്ട്. വരും ദിവസങ്ങളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ശക്തമായ പരിശോധനകൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിയോജക മണ്ഡലതലം ഓണം ഫെയറിന് തുടക്കമായി. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഫെയർ ഉദ്ഘാടനം ചെയ്തു. ഉത്രാടം ദിനമായ 25 വരെ ഫെയർ പ്രവർത്തിക്കും. മൂവാറ്റുപുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ഓണം ഫെയറിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷയായിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് ഹൈപ്പവർ കമ്മിറ്റി അംഗം മൻസൂർ PH, മൂവാറ്റുപുഴ സപ്ലൈ ഓഫീസർ എബി KP, ഷോപ്പ് മാനേജർ സനീഷ് കുമാർ K എന്നിവർ സംസാരിച്ചു. ഉത്രാട ദിവസമായ ഓഗസ്റ്റ് 25 വരെയാണ് മൂവാറ്റുപുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഫെയർ പ്രവർത്തിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാം. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ എല്ലാ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭ്യമാകും. കൂടാതെ അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നിവയും കുറഞ്ഞ വിലയിൽ ഫെയറിലൂടെ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. 1 ലക്ഷം യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പ്രത്യേക തൊഴിൽദാന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നിലച്ചതായി ഗുണഭോക്താക്കൾ. കഴിഞ്ഞ 10 വർഷമായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഗുണഭോക്താക്കൾ. 1 ലക്ഷം യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ 10 വർഷമായി പെൻഷൻ ലഭിക്കാത്തതിനെതിരെ ഗുണഭോക്താക്കൾ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കേരള യുവജന കർഷക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാർഷിക മേഖലയിൽ 1 ലക്ഷം തൊഴിൽദാന പദ്ധതി എന്നാണ്. അത് യുവാക്കൾക്ക് 1 ലക്ഷം തൊഴിൽദാന പദ്ധതി എന്നാണ്. യുവാക്കളെ കൂടി കാർഷിക മേഖലയിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഫലവത്തായി അവരുടെ കൃഷിയിടങ്ങളിൽ കൂടി ജീവിതം നയിക്കുന്നതിനും ഉൽപ്പന്നങ്ങളും സുലഭമായിട്ട് ലഭിക്കുന്നതിനും ഉതകുന്ന രീതിയിലായിരുന്നു ആ പദ്ധതി ആവിഷ്കരിച്ചത്. സർവോപരി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കൂടി മാത്രമായിരുന്നു. എന്നാൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 1,04,212 പേര് കേരളത്തില് ജന്മം കൊടുത്തു. ഒരു കൃഷിഭവനിൽ നിന്ന് 120 പേരെ വെച്ച് കളക്ട് ചെയ്ത് അവരിൽ നിന്ന് 1,100 രൂപയും സർക്കാരിൻ്റെ 1,100 രൂപയും അങ്ങനെ 2,200 രൂപ കളക്ട് ചെയ്ത 1,04,212 പേരിൽ നിന്ന് 1,14,00,000 രൂപ അന്ന് സമാഹരിച്ചു. പദ്ധതിയിൽ വിഭാവനം ചെയ്ത 1000 രൂപ പ്രതിമാസ പെൻഷൻ 6000 രൂപയായി ഉയർത്തുക, ഗ്രാറ്റുവിറ്റി 50,000 മുതൽ 1 ലക്ഷം രൂപയായി ഉയർത്തുക, മരണശേഷം അവകാശിക്ക് 1 ലക്ഷം എന്നത് കാലോചിതമായി പരിഷ്കരിക്കുക, പെൻഷനും ആനുകൂല്യങ്ങളും ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തുക, മേൽപ്പറഞ്ഞ പദ്ധതിയെക്കുറിച്ച് സമഗ്രമായി പഠനം നടത്തി കാലോചിതമായി പരിഷ്കാരങ്ങൾ വരുത്തി അംഗങ്ങൾ ആയവർക്ക് ആവശ്യമായ പരിശീലന പദ്ധതികൾ ഉൾപ്പെടുത്തുകയും ബഡ്ജറ്റ് വിഹിതമായി കാർഷിക മേഖലയ്ക്ക് വകയിരുത്തുന്ന തുകയിൽ 10% അടങ്കൽ തുക എന്നത് 20% ഉയർത്തുക, മേൽപദ്ധതിയുടെ ഗുണഭോക്താക്കളെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ 6 മാസത്തിലൊരിക്കൽ വിളിച്ചു ചേർക്കണമെന്നാണ് പദ്ധതിയുടെ പ്രഖ്യാപിക ലക്ഷ്യം പ്രാവർത്തികമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള യുവജന കർഷക സമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രി, കൃഷിവകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭത്തിന്റെ 1ാം ഘട്ടമെന്ന നിലയിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരത്തിന് ഒരുങ്ങുന്നതെന്ന് കേരള യുവജന കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് KJ ജോഷി, ജനറൽ സെക്രട്ടറി PM തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് ജോണി കുടിയാരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂളിൽ 30 വർഷത്തിലധികമായി സേവനം അനുഷ്ഠിക്കുന്ന ഷൈജു P ഉദ്ഘാടനം ചെയ്തു.
മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ വർണ്ണശബളമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിൽ 30 വർഷത്തിലധികമായി സേവനമനുഷ്ഠിക്കുന്ന ഷൈജു പി ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാരായ രജിത പി, രജനി MA, അമ്പിളി ബിജു, ജയ സുഗു, മനോജ് ജി, ജയകൃഷ്ണൻ നായർ, PTA പ്രസിഡന്റ് അനുരാജ് പായ്പ്ര, ഹെഡ്മാസ്റ്റർ രാജീവ് കുമാർ KK, വിദ്യാലയ സമിതി പ്രസിഡന്റ് KK ദിലീപ് കുമാർ, മൂവാറ്റുപുഴ AEO സജിമോൻ PN, വിദ്യാലയ സമിതി സെക്രട്ടറി KS സുരേഷ് കുമാർ, മാതൃഭാരതി പ്രസിഡന്റ് ശ്രീജ ബിജു, സമിതി അംഗമായ CP ഉത്തമൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകാന്ത് CS എന്നിവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ എറണാകുളം ജില്ലാ യോഗ് പ്രമുഖ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവീണ PS, 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഷൈജു P എന്നിവരെ ആദരിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെ BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ദേമാതര സദസ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ വന്ദേമാതര സദസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെ BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ദേമാതര സദസ്സ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ വന്ദേമാതര സദസ്സ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PP സജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ET നടരാജൻ, അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് CM മോഹനൻ, ജില്ലാ സെൽ കോർഡിനേറ്റർ KK അനീഷ് കുമാർ, ജില്ലാ മീഡിയ കൺവീനർ അഖിൽ OM, സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ ശ്രീജിത്ത് നാരായണൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാബു, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവൻ, BJP മണ്ഡലം പ്രസിഡന്റുമാരായ T ചന്ദ്രൻ, B ബിനുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. വാളകം മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വാളകം മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഷിബു C കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഓണക്കിറ്റ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിഷ ബേസിൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി എൽദോസ്, പഞ്ചായത്ത് മെമ്പർമാരായ PM എൽദോ, മോൾ C എൽദോസ്, EV ജോർജ്, സൂസി പൗലോസ്, പ്രിൻസിപ്പൽമാരായ മാത്യു ഐസക്, ജിനു ഏലിയാസ്, ഹെഡ്മിസ്ട്രസ് ആനി ജോബ്, ജോയി M ജോർജ്, ദിവ്യ സതീഷ് എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരം, മെഗാ തിരുവാതിര, ഓണം ഘോഷയാത്ര, ഓണസദ്യ, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂവാറ്റുപുഴ മുറുക്കൽ ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ത്രിവേണിയോണം 2026 ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മൂവാറ്റുപുഴയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.